Hilton Hotel proudly presents Anusara Restaurant Sakai 2016 in association with Nuru Hypermarket, brought to you by Sayari Motors, powered by Malabar Gold and Diamonds, Malayalatinte Taramuttran Dulquer Salman. ഇതാ ഈ വേദിയിൽ മലയാളികൾക്ക്, മലയാളി പ്രവാസികൾക്ക് ഇത് അഭിമാനിക്കുന്ന നിമിഷം. ദുൽഖർ വന്നപ്പോഴാണ് ഇത്രയും ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ശരിക്കും ഇപ്പൊ ഞാൻ കാണുന്നത് കുറെ ഫോൺ എല്ലാരും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നു അല്ലെ. ആയിരക്കണക്കിന് ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി മിന്നി തെളിയുകയാണ് ഈ താര നക്ഷത്രത്തിന്റെ മുഖത്തേക്ക്. ദുൽഖർ, ബഹ്റിൻ മലയാളികളോട് എന്താണ് പറയാനുള്ളത്? 6 വയസ്സുള്ളപ്പോൾ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്തിനു പറയാൻ? എവിടെയായിരുന്നു എല്ലാവരും? അങ്ങ് ഗൾഫിലായിരുന്നോ? ഞാൻ വളരെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ വാപ്ചിയും എല്ലാവരും സ്റ്റേജ് ഷോസിന് GCCയിൽ വരുമ്പോൾ എപ്പോഴും ഞങ്ങള് കുട്ടികളെപ്പോഴും കൂടുതൽ ഉണ്ടാവുമായിരുന്നു. സോ അങ്ങനത്തെ കുറെ ഓർമ്മകളുണ്ട് എനിക്ക്. ശ്രീഭാരൻ, ദോഹ, മസ്കറ്റ്, അങ്ങനത്തെ കുറെ സിറ്റിക്കാരുന്നു. ഹായ്. അപ്പൊ അതിൽ നിന്ന് എന്നെ ഇപ്പൊ ഞാനൊരു ആക്ടർ ആയ ശേഷം എന്നെ ക്ഷണിച്ച് ഞാനിവിടെ വരുന്നത്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ നിങ്ങളുടെ എല്ലാവരെയും സ്നേഹമാണ്, എല്ലാവരെയും ബ്ലെസ്സിങ്സ് ആണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഞാനൊരു സ്റ്റേജിൽ വരുമെന്നോ, അല്ലെങ്കിൽ ഞാനെപ്പോഴും ഇങ്ങനെ ഫാമിലിയോടൊപ്പം ഇരിപ്പുണ്ടാവും. എന്റെ ഫാദറിന്റെയും ബാക്കി കൊളീഗ്സിനും എല്ലാവരെയും പെർഫോമൻസ് കണ്ടുകൊണ്ടും. സോ ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിന് ഫാദർ നിലേശ്വരും ആൻഡ് ഫുൾ ടീം എല്ലാവരോടും നന്ദി. ദുൽഖർ തന്നെ പറഞ്ഞു, അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ് എന്ന് മലയാള സിനിമയിൽ പറഞ്ഞ ആളാണ്. ഏതായാലും ദുൽഖർ, പേരിലേക്ക് എന്തോ ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണാനാണ്, ഒന്നും ചോദിക്കാറില്ലല്ലോ. ആക്ച്വലി ദുൽഖറിന്റെ അച്ഛനായിട്ട് ഞാൻ ഇന്റർവ്യൂ കണ്ടിരുന്നത്. ഓക്കെ, ആ ഇന്റർവ്യൂവിനെ കുറിച്ച് തന്നെയാണ് പേരിലേക്ക് ചോദിക്കാറുള്ളത്. ആ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിരുന്നോ? ഒരുമിച്ച് വീട്ടിലൊക്കെ എന്തായിരുന്നു നിങ്ങളുടെ വീട്ടിലെ റിയാക്ഷൻ? എനിക്ക് ആക്ച്വലി പേളിനോട് കുറച്ച് പാവം തോന്നി. ഒരു സിംഹക്കുട്ടിൽപ്പെട്ട പോലെ രണ്ടുപേരും രണ്ടുപേരും പേളിനെ. ഞാൻ അന്ന് അഭിനയിച്ചതാണ്. ഓക്കെ, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും ടിവിയില് ദുൽഖറിനെ കാണുകയില്ല, ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടേ ഇല്ല. സോ വൈ തമിഴിലൊക്കെ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തു? അത് അവിടെ അവര് ആദ്യമേ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും, പിന്നെ പക്ഷെ എനിക്ക് ഞാൻ ടിവിയിൽ വരാത്തതുകൊണ്ടാണ് ഇവിടെ പിന്നെയും എന്തെങ്കിലും ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോഴും നിങ്ങളോട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഈവൻ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ എന്താ പറയാ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ ഐ തിങ്ക് ദാറ്റ് കുറച്ചൊരു മിസ്റ്ററി ഉള്ളതാണ്. അല്ല, ഞാൻ ഭയങ്കര ഓവർ എക്സ്പോസ് ആയപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ എത്ര ഇഷ്ടപ്പെടില്ല. ഞാൻ കലി മൂവി കണ്ടിരുന്നു. ബ്രില്യന്റ് മൂവി. ഇനി ഇവിടെ റിലീസ് ആവാൻ പോവാണ്. പ്രതീക്ഷിക്കുന്നു ഞങ്ങളൊക്കെ. ശരിക്കും എനിക്ക് ദുൽഖറിനെ ഇപ്പൊ കുറച്ച് പേടിയുണ്ട്, ബിക്കോസ് ആ സിനിമയിൽ അങ്ങനെയല്ല. പക്ഷെ എങ്ങനെ ദുൽഖർ ശരിക്കും റിയൽ ലൈഫിൽ യു ആർ എ വെരി കാം, ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഐ തിങ്ക് ദ മോസ്റ്റ് ഡൗൺ ടു എർത്ത് ഗൈ ഇൻ ദി ഇൻഡസ്ട്രി എനിക്ക് തോന്നി. ഈ സിനിമയിൽ പറയുന്ന പോലെ ജീവിതത്തിൽ ആരോടെങ്കിലും മൂക്കത്തെ കൈ പോലെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ചെറുപ്പത്തിലെ എനിക്ക് ദേഷ്യപ്പെടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ച്വലി. സിനിമ കണ്ടിട്ടോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു വാപ്പിച്ച് അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ഇങ്ങനെ ആംഗ്രി യങ് മാൻ റോൾസ് ഒക്കെ കാണുമ്പോൾ ആ ഒരു പ്രായത്തിൽ എപ്പോഴും ഇതുപോലെ ദേഷ്യം കാണിക്കും. ക്ലാസ് കുറെ അച്ഛൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവാതെയായി. പിന്നെ ഞാൻ മാറി. പിന്നെ ഇപ്പൊ എനിക്ക് ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ പടം ഞാൻ ചെയ്യുമ്പോൾ എന്റെ മുഖത്ത് ദേഷ്യം, ഞാൻ ഓരോ ഷോട്ട് കണ്ടിട്ട് ഇങ്ങനെ സമയത്തെടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് മോണിറ്ററും ഇരിക്കുന്നുണ്ടോ? അപ്പൊ ദേഷ്യം എന്റെ മുഖത്ത് ദേഷ്യം വരുന്നുണ്ടോ? പക്ഷെ ഐ തിങ്ക് ഇറ്റ് വർക്ക് ഔട്ട്. ഓക്കെ, എന്റെ അടുത്ത് ദേഷ്യപ്പെടും, എനിക്ക് പേടിയാവുന്നുണ്ടോ ഞാൻ നോക്കട്ടെ. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യരുത്, എന്നെ ഒന്ന് വഴക്കറിയണം. അതായത് ഇപ്പം ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയാണ്. അതിലൊരു സീനുണ്ട്, ആ ഒരു കുഞ്ഞു കൊച്ച് അപ്പുറത്തെ ഫ്ലാറ്റിലെ കുട്ടി വന്നിട്ട് നിങ്ങളെ ശല്യം ചെയ്യുമ്പോ ആ കൊച്ചിനോടുള്ളൊരു ദേഷ്യം കാണും. എനിക്കതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് പറഞ്ഞില്ല. പക്ഷെ ഞാനാണ് ആ കുട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ ഓക്കെ, ഇതൊക്കെ കട്ട് ചെയ്ത്
നിങ്ങൾക്ക് ഇന്നൊരു പെർഫോമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കണോ? തീർച്ചയായും പ്രതീക്ഷിക്കുകയാണ്. കാരണം ദുൽഖറിനെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിപ്പിച്ചിട്ടുള്ള ശ്രീ ഗോപി സുന്ദർ ഈ വേദിയിലുണ്ട്. അപ്പൊ ഗോപിയേട്ടനൊപ്പം എന്തായാലും ഒരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആകും. ഗോപി ഉള്ളതുകൊണ്ട് ഞാനൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. എനിക്ക് ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെ പാട്ട് മോശമാണെങ്കിൽ പ്ലീസ്. ചുമയൊക്കെ ഒരു ചുമതലയായിട്ട് കാണും, കുഴപ്പമില്ല. നമുക്ക് ചുമച്ചാണെങ്കിലും നമ്മൾ പാട്ട് വന്നാൽ മതി. ആയിക്കോട്ടെ, ഓക്കെ. And we also have Mamta. We are trying to convince her also to perform tonight. Mamta is the ambassador of Bahrain. Yes. Absolutely. She's promised to take us all for dinner tonight. Anyway, thank you so much, Dulquer. Thank You you. can take your seat. ഇനി ഞങ്ങൾ തിരിച്ചു വിളിക്കൂട്ടോ അപ്പൊ വരുന്നേ.